പൊതുകളൊക്കെ അങ്ങനെയാണ്, വേശ്യകളൊക്കെ അങ്ങനെയാണ്. എങ്ങനെ ഒഴിവാക്കായിരിക്കും? ആ ഒഴിവാക്കൂല. അങ്ങനത്തെ വാക്കിന് പറയുന്നത് പൊതികളാണ്. ശരി തന്നെയാണല്ലോ. ശരി. എൻ്റെ ആങ്ങളെ നായിക്കാട്ടത്തിൻ്റെ അടുത്ത് കൊടുത്ത് നായിക്കാട്ട 2000 റുപ്യ എൻ്റെ അമ്മ കൊടുത്തിട്ട് എന്നെ ചെയ്യുന്നില്ല. എന്നോട് പറഞ്ഞു നായിക്കാട്ടൻ എന്താ അവൻ്റെ പേര്, എൻ്റെ അയൽവാസി നായിക്കാട്ടെന്ന് പറഞ്ഞേ. അതുകൊണ്ട് പിന്നെ ഞാൻ കാത്തിരിക്കണ്ട. ആ ഇതിന്റെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എന്താ കാരണം പറഞ്ഞ ഇജ്ജ് വന്നോ പോയിക്കോ, മക്കളെ കണ്ടോ, ഒരു കുഴപ്പമില്ല. മക്കളെ വിളിക്കാനും പിടിക്കാനും നിൽക്കണ്ട. മക്കളിപ്പോ ജീവിക്കാനല്ലോ എനിക്ക്. മക്കളിപ്പോ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പണി എടുക്കൂല. അങ്ങനെ ഒരു ഫൈൻ അടച്ചിട്ടില്ലാന്ന്. ആര് പറഞ്ഞു? ഞാൻ കണ്ടത്. അങ്ങനെ പണി എടുക്കുമെങ്കിൽ ഞാൻ അപ്പത്തേനും അവന്റെ കൂടെ പോകൂല. സൊസൈറ്റിയിലെ ചേച്ചിയൊക്കെ അന്നൊക്കെ ഒരുപാട് സ്നേഹിച്ച ആളാണ്. നമ്മളെ സൊസൈറ്റിയിലെ ചേച്ചിയില്ലേ, മൂപ്പത്തിരൊക്കെ ഒരുപാട് എന്നെ സ്നേഹിച്ച ആളാണ്. അറിയാം എനിക്ക്. മൂപ്പത്തിരി വരെ അറിഞ്ഞിട്ട് പറയാതിരുന്നാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് ലാസ്റ്റ് ബുദ്ധിമുട്ടിൽ കുടുങ്ങിയപ്പോഴാണ് മൂപ്പത്തിരി എന്നോട് പറഞ്ഞത്. ചേച്ചിന്റെ വർത്താനല്ല എനിക്കറിയാം. അല്ലല്ല, അങ്ങനെ വെറുതെ പറയല്ല. സൊസൈറ്റിയിലെ ചേച്ചിന്റെ ആരാ? ഞാൻ അവിടുന്ന് പോന്ന് എന്റെ ആരുമല്ല. ഒന്നത്. രണ്ടാമത്തെ ലത്തി. ലത്തിയൊക്കെ എത്രയോ പ്രാവശ്യം ഹമീദിനോട് പറഞ്ഞേ. ഹമീദ് ആവശ്യമില്ലാത്ത പണിക്കണ്ട, അസൈന് എന്നാ അറിയണ അന്ന് എന്റെ അവസാനമാവും. പിന്നെ എനിക്ക് ഈ മറ്റേ റോട്ടുമൊക്കെ ഇറങ്ങേണ്ടി വരില്ല. സത്യമാണ്. ലച്ചൊക്കെ പറഞ്ഞ സത്യം തന്നെയായി. അവനക്കിപ്പോ അങ്ങാടിക്ക് വരാൻ പറ്റില്ല. അവനക്ക് വട്ടത്താണി പോയിട്ട് നമ്മളെ തിരൂർ മേഖലയിൽ എവിടെ നിന്ന് കണ്ടാലും അവനക്ക് അടിയനാണ്. അതാണ് സത്യം. അത് എൻ്റെ അടുത്ത് നിന്നല്ല. എനിക്കറിയാലോ സമീര, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവനക്ക് എന്നല്ല, അവൻ്റെ പെങ്ങളായാലും അവൻ്റെ ഉമ്മ ആയാലും അവൻ്റെ വാപ്പായാലും എല്ലാവർക്കും ആർക്കും ഇപ്പോൾ റോട്ട് നീർന്നു നിൽക്കാൻ പറ്റൂല. അതേപോലെ തന്നെ എൻ്റെ പെരക്കാർക്കും ഞാൻ ഒഴിവാക്കി വിട്ടാണ് എന്നെ ആലോചിച്ചിട്ട്. 13 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ 4 മക്കളെ ഉമ്മാണ്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കി വിട്ടത്. ആരെ? എൻ്റെ ഉപ്പാനും ഉമ്മാനും. എൻ്റെ ഉപ്പ അവിടെ നിന്ന് ചിലതൊക്കെ പറഞ്ഞു എനിക്ക് സൈന്യം ഇറങ്ങാണ്ട്, എനിക്കൊരു സൈന്യം കടപ്പുറത്തിന് ഇറങ്ങാണ്ട് ഭയങ്കരമായി ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും. അന്ന് കേൾക്കണം. എൻ്റെ ഉപ്പാൻ്റെ 5ന്റെ മോന് മയമാലി പെരേക്കരി അടിക്കും എൻ്റെ ഉപ്പാനെ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ വക്കത്തേറ്റം വന്നാണ് എൻ്റെ പെരൻ്റെ വക്കത്തേറ്റം പിടിച്ച് വലിച്ച് കൊടുന്നേ ചെയ്ത്. വേണ്ട ചെയ്യണ്ട. ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവരേത്. വെള്ളടിച്ച് ഫുള്ള് മൂടായപ്പോ മയമാലി എൻ്റെ ഉപ്പാനെ അടിക്കാൻ വേണ്ടി, ബാവാനെ അടിക്കാൻ വേണ്ടി പോയില്ല അവൻ. ഞാൻ കുടിച്ചിക്കണ ഇല്ല നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് പെണ്ണുങ്ങളുണ്ട് അത് നോക്കാനേ. എനിക്കവിടെ ബുഷ്ര ഉണ്ട്. ബുഷ്ര അന്തസ്സായി നോക്കിക്കോളൂ. എന്നെ നോക്കണുണ്ട്. അവൾ എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്. അവൾ എന്തായാലും കട്ടിൻ്റെ തൊട്ട് ഒരാളെ കൊടുത്തിട്ട് കടത്തൂല, പ്രേമിക്കാനും നോക്കൂല. എന്താ കാരണം വെച്ചാൽ ആദ്യം അവളോട് ഞാൻ പറഞ്ഞാണ് എനിക്ക് പ്രേമിക്കാൻ പോയി. പ്രേമിച്ചോ, പോയിക്കോ. എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കളെ കൊടുത്തിട്ട് എൻ്റെ കൂടെ നിൽക്കാനൊക്കെ സൗകര്യം. ഇന്നൊക്കെ പൊന്നു പോലെ നോക്കണ്ടേ. പൊന്നു പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അറിയണേ ഭാര്യ വീട്ടിലെ സംഗതി അങ്ങനെയൊക്കെ ഉണ്ടാവും, എന്താണ് എൻ്റെ സുഖങ്ങൾ എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയണത്. സത്യാവസ്ഥയാണ്. എങ്ങനെയാണെന്ന് അറിയാം എനിക്ക്. എങ്ങനെയാണെന്ന് അറിയാം ഭാര്യ വീട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം ഇപ്പോഴാണ്. ഞാനൊന്ന് വികാൻ അവർക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ പറഞ്ഞെത്താണ് ഇങ്ങോട്ട്. അപ്പൊ പറഞ്ഞെത്താണ്. എന്നുവെച്ചാൽ പിന്നെ പിടിച്ച് താങ്ങാൻ വേണ്ടിയിട്ട്, വികാതിരിക്കാൻ വേണ്ടി. ഞാൻ ഇന്നൊന്നിട്ടുമില്ല. ഞാൻ അന്നൊന്നുമില്ല എന്നൊന്നുമില്ല. എന്താ എൻ്റെ ഉപ്പ ചോദിച്ചാൽ മെഹറെങ്കിലും കൊടുക്കണമെന്ന്. മെഹറല്ല, മര്യാദക്കെ പോകണം വെച്ചാൽ എനിക്ക് 10 പവൻ്റെ സ്വർണം എൻ്റെ വാപ്പ പണ്ട് തന്ന 25,000 റുപ്യ കൊടുത്ത് ഞാൻ പറഞ്ഞേക്കും മര്യാദക്ക് ഇൻ്റെ അടുത്ത് ഇന്നെ വഷളാക്കാതെ പോവാന്നുണ്ടെങ്കിൽ. പക്ഷെ ഇജ്ജ് പോയത് അങ്ങനല്ല. ഇജ്ജ് പോയത് ഇന്നെ വഷളാക്കിട്ടാ പോയത്. ഇജ്ജ് വഷളാക്കി, ഇന്നെ വഷളാക്കി. മുറിൻ്റെ അകത്തുനിന്ന് ഞാൻ കാണുകയാണ് ഭർത്താവ്, എൻ്റെ ഭർത്താവ് 13 കൊല്ലം എൻ്റെ കൂടെ നടന്ന എൻ്റെ ഭർത്താവാണ് കാണുന്നത്, അല്ലാതെ നാട്ടുകാരല്ല കാണുന്നത്. 13 കൊല്ലം എൻ്റെ കൂടെ നടന്ന എൻ്റെ ഭർത്താവാ കാണുന്നത്. എനിക്ക് പറ്റും, എന്നെ ഏറ്റെടുത്തോളാം, എന്നെ നിൽക്കാൻ കഴിച്ചോളാം, എന്നെ അന്തസ്സായിട്ട് കൊണ്ട് എൻ്റെ മക്കളെ കൂടെ തന്നെ നിർത്തിക്കോളാം. എനിക്ക് പറ്റുമോ ഞാൻ പറഞ്ഞ് ചെയ്യാൻ? പറ്റുമോ? ഉറപ്പായി പറഞ്ഞേ. എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അമീദിന്റെ പേരിൽ കേസ് കൊടുക്കും. എങ്ങനെ വെച്ചാല് എൻ്റെ ഉമ്മയും കൂട്ടി കൊടുത്ത അമീദിന്. അതുകൊണ്ട് എൻ്റെ 4 മക്കളെ എനിക്ക് നഷ്ടപ്പെട്ട്, എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി കേസ് കൊടുക്കാനുള്ള സംഗതിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. വാ, നാളെ രാവിലെ വാ, എനിക്ക് വിളിക്കാണ്ട് വാ. 10 മണിക്ക് വന്ന് വലിയടത്തേക്ക് ഞാൻ വരാം. ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നെ വക്കീലിൻ്റെ അടുത്തേക്ക്. ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ കേസും കൊടുപ്പിച്ചോളാം. എന്നാ നാളെ 10 മണി വെച്ച് എന്നെ ഞാൻ സംരക്ഷിച്ചോളാം. ജിന്റെ കൂടെ ഉണ്ടാവും.
നിക്കാഹ് കഴിക്കല് ഇത് കേസ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിക്കാഹ് കഴിക്കല്ല രജിസ്റ്റർ മേലെ വെച്ചോളാം. അന്തസ്സായിട്ട് രജിസ്റ്റർ വെച്ചോളാം ഞാൻ. നിക്കാഹ് കഴിക്കാം. നിക്കാഹ് എൻ്റെ വാപ്പല്ല കയ്യേറുണ്ട്. അത് വേണ്ട, രജിസ്റ്റർ മേലെ ജയിക്കാം. രജിസ്റ്റർ ആയിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇല്ല ഞാൻ പറഞ്ഞില്ല. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. എൻ്റെ വാപ്പയും ഉമ്മയും കൂട്ടുന്നിട്ട് ഹമീദിന് കൂട്ടി കൊടുത്താണ് അവരെ സുഖത്തിനും വേണ്ടിയിട്ട് എന്നെ എനിക്ക് എൻ്റെ മക്കളിൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ടെന്ന് വേണ്ടി കേസ് കൊടുക്കും. എന്നാ പിന്നെ എന്നെ ഞാൻ സംരക്ഷിച്ചോളാം. ഒരു നായിൻ്റെ മക്കളും നേരക്ക് വരൂല്ല. അനക്ക് പറ്റത്? അപ്പൊ അവർക്ക് എന്തായാലും സംഭവിച്ചാലും നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റൂലല്ലേ? ആർക്ക്? അവര് മരിച്ചാലൊക്കെ അപ്പൊ അവരെ കൂടെ നിന്നോ? അപ്പൊ പിന്നെ അവർ മരിച്ചാലും ജീവിച്ചിരിക്കുകയാണെങ്കിലും അവരെ കൂടെ നിന്നോ? അവരെന്നെ കൂട്ടിക്കൊടുത്തോളും. ഇതേപോലെ തന്നെ 2000 3000 വെച്ചിട്ട് ആൾക്കാരെ രാത്രിക്ക് ഇങ്ങനെ കയറ്റുമ്പോൾ 2000 രൂപ ഒരു രാത്രിക്ക് പറഞ്ഞിട്ട് ഇപ്പൊ വാങ്ങണേ. അല്ലാതെ അപ്പൊ മുസ്രാന്റെ അവർക്ക് ദേഷ്യാവൂലേ? ആർക്ക്? അവർക്ക്. മുസ്രാന്റെ അവർക്ക് ദേഷ്യം ഉണ്ടോന്ന് ഇജ്ജ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനാ എന്നോട് പറഞ്ഞത്. അതല്ല, ആനക്ക് കേസ് കൊടുക്കാൻ പറ്റുമല്ലേ? പറ്റൂ. പക്ഷെ എന്താ ഞാൻ നിങ്ങളെ കൂടെ വന്നിട്ട് ഓർക്ക് ദേഷ്യാവൂലേ? ഓർക്ക് ദേഷ്യാവൂലേ? ആർക്ക്? നിങ്ങളെ മുസ്രാന്റെ ഭാര്യ വീട്ടുകാർ. മുസ്രാന്റെ ഭാര്യ വീട്ടുകാർ ദേഷ്യം ഒന്നും നോക്കണ്ട. അതൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു ഞാനടി, ഞാൻ ഹമീദല്ല, നെടുമ്പള്ളി ഹമീദല്ല. ഞാൻ ഇജ്ജ് പറഞ്ഞു ലീഗുകാർക്കേ വോട്ട് ചെയ്യുള്ളൂ. പണ്ടേ ഇജ്ജ് പറയുമ്പോഴത്തേന് എനിക്ക് സംശയമാണ്. ഇതൊക്കെ ഓരോ സംഗതി പറയുമ്പോഴൊക്കെ എടേ പറഞ്ഞേക്ക്. ഞാന് അബ്ദുറഹ്മാനക്ക് ഉണ്ടായതാണ്. ആ അസൈനിക്ക് ഉണ്ടായതാ 4 മക്കള്. അന്റെ ആങ്ങളെ ആദ്യം ഒരു പെണ്ണിട്ടി ആ പൊലാടിച്ചാണ്ട് പോയിങ്ങാണ്ട് കേസ് ആങ്ങളുടെ പേര് കൊടുത്ത് 6 മാസം ജയിലിൽ കിടത്തി അല്ലേ? ആ പറഞ്ഞേ. ഇജ്ജങ്ങനെ ചെയ്യാൻ പോയി ചെയ്യണം. എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്യും. എനിക്ക് ആദ്യം അത് തീരട്ടെ. ഇജ്ജ് ആദ്യം പോയി കേസ് കൊടുക്ക്. എനിക്കതാ ആവശ്യം. ഇജ്ജ് ആദ്യം പെണ്ണിന്റെ പേരിൽ കേസ് കൊടുക്ക്. ഇജ്ജൊരു മരുകൾ ഇതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ ഞാൻ കാത്തിക്കാണ്. അള്ളാന്റെ റസൂലാണ് എന്റെ 4 മക്കളെ സത്യം. എന്റെ പേരിൽ കേസ് കൊടുക്കാന്ന് വക്കീലിനോട് പറഞ്ഞ എന്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെട്ട സൈനാണ്. എന്നുവെച്ചാലേ നിങ്ങളിപ്പോ നിൽക്കണ മൈരാജ് സ്ഥലമില്ല, 5 സ്ഥലം. ആ സ്ഥലത്തിന് ആധാരം എവിടെ ഉള്ളത്? എത്ര റുപ്യ കൊടുത്താൽ കിട്ടും? അത് എങ്ങനെ കിട്ടും? ഇതൊക്കെ ഞാൻ അസൈനാണ് മോളെ. എനിക്ക് തെറ്റിപ്പോയി. എന്തറിയോ? തെറ്റിക്കഴിഞ്ഞാൽ അസൈനല്ല. അത് വാപ്പനായാലും കബറിന്ന് മാന്തിരിക്കും ഞാൻ. ഞാനിപ്പോ നിങ്ങളെ കൂടെ വന്ന് കേസരി കഴിച്ചാൽ നിങ്ങൾ ഇത് പഴയ കാര്യങ്ങളും പറഞ്ഞ് ഇന്നെ കുത്തി എഴുതാക്കും നോക്കൂലേ? അതൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതൊക്കെ ഉണ്ടാവും. അമിത് കേറിയ പൂറല്ലേ? അമിത് കേറിയ പൂറാണല്ലോ. വൃത്തികെട്ട വാക്ക് എന്തിനാ പറഞ്ഞു? സത്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞ. അമിത് സ്ഥിരമായിട്ട് ജനറൽ സ്റ്റേഷനിൽ സമ്മതിച്ചു കൊടുത്ത് 3 പ്രാവശ്യം അവർ സ്റ്റേഷനിലൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കണ്. ഈ വനിതാ പോലീസിനടുത്ത് അവിടെ ഇരുന്നുങ്ങാണ്ട് മാക്സ് ഇട്ട് അവിടെ ഇരുന്നുങ്ങാണ്ട് പറഞ്ഞില്ലേ ഞങ്ങൾ 3-4 പ്രാവശ്യം അയക്കണെന്നുള്ളത്. അയ്യേന്നല്ല ഇജ്ജ് പറയുമ്പോ ഇജ്ജ് ആലോചിക്കണോ? എൻ്റെ ഉമ്മ ആലോചിക്കണോ? എൻ്റെ ഉമ്മയും വാപ്പയും എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത്. ഉമ്മല്ല വാപ്പ. ഹമീദിന്റെ വാപ്പയും എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണോ? എടി നിങ്ങളൊക്കെ കേസ് കൊടുക്കി. സാധാരണ അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങളാണല്ലോ കേസ് കൊടുക്കല്. വനിതാ കമ്മീഷൻ പോയിക്കോളി. വനിതാ കമ്മീഷനിലോ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്പറേഷൻ ഉണ്ട്, എവിടേക്കാച്ച പോയിക്കോളി. എൻ്റെ ആങ്ങളല്ല അസ്തൈന്, അത് ആദ്യം മനസ്സിലാക്ക്. എൻ്റെ ആങ്ങളല്ല അസ്തൈന്. എൻ്റെ ആങ്ങളെ കിടന്നിട്ടുണ്ടാവും ചിലപ്പോ. അസ്തൈന് കിടക്കൂല, കിടത്തും. എനിക്ക് കാണണ നാളെ നേരം വെളുക്കുമ്പോ നിങ്ങളൊക്കെ കണ്ണ് തിരുമ്പി എണീക്കുമ്പോ എൻ്റെ മുമ്പിൽ പോലീസ് നിൽക്കണ കാണണം. എനിക്ക് എന്നെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ട് പറ്റും. എൻ്റെ വാപ്പാനും ഉമ്മാനും എടുത്തിട്ട് കൊണ്ടുപോകണം കാണണം. ആ ശ്വാസം മുട്ടിയ വാപ്പാനെ കൊണ്ടുപോയി കണ്ടോടെ 15 ദിവസം റിമാൻഡിൽ വെക്കണ കാണണം. ഒറ്റ വാക്ക് എനിക്ക് പറഞ്ഞാൽ മതി. ഞാൻ അറിയാത്തൊരു സംഗതി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ അവളെ പേരിലാക്കിയാണ് 1.5 ലക്ഷം റുപ്യൻ്റെ ഒരു സംഗതി. അത് ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാപ്പാണ് അതിൻ്റെ കാരണക്കാരൻ പറഞ്ഞ വാപ്പാനെ കൊണ്ടുപോകാൻ എനിക്ക് കാണണം. ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കും ചെയ്യും. പിന്നെ തെളിയിക്കാൻ പറ്റില്ല. എനിക്ക് പൈസ വേണ്ടേനും ഫോണേക്ക് പോട്ടെ നോക്കും. ഞാൻ തൽക്കാലം സ്വീപ്പാക്കാൻ എന്നെ കൊണ്ട് പറ്റും. വർത്താനം അല്ലടി പറയല്ല. എനിക്ക് ദേഷ്യാണ്. എൻ്റെ ഉപ്പാനും ഉമ്മാനും പേരിൽ കേസ് കൊടുത്തിട്ട് എനിക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോരാ, ഞാൻ എന്നെ സംരക്ഷിച്ചോളാം. ആരെ കൊണ്ട്? കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അതിന്റെ മക്കളെ ഞാൻ അസൈനല്ലാത്ത അദ്രൈമാന്റെ മോനെ അസൈനല്ലാത്ത നെടുമ്പള്ളി ബാവാന്റെ മോനെ ഹമീദ് ഉണ്ടാക്കേണ്ടി വരും കുട്ടികളെ. അച്ഛങ്ങളെ പറയുള്ളൂ. മനസ്സിലായി എനിക്ക്? അത് അസൈന്റെ മക്കളാണ്. അസൈന്റെ മക്കൾ ഒരിക്കലും അങ്ങനത്തെ വാക്കൊന്നും പറയില്ല. വേണമെന്ന് പറയില്ല. ഞാൻ പറയാണ് ഇപ്പൊ എന്നോട് എനിക്ക് എന്നെ വേണം, അന്നെ ഞാൻ കെട്ടിക്കോളാം. അന്തസ്സായിട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് തന്നെ കെട്ടിക്കോളാം.
ആൾക്കാർ കൂടി നിൽക്കാൻ അയച്ചിട്ടും രജിസ്റ്റർ മാരേജ് ഞാൻ കെട്ടിക്കോളാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യുന്നാല് നിങ്ങൾ നിക്കാൻ കഴിക്കുന്ന നിക്കാൻ കഴിക്കുന്ന ആദ്യം നിക്കാൻ കഴിക്കല്ല, ആദ്യം ഇത് ചെയ്യാൻ പറ്റുമോ എനിക്ക്? ചെയ്യുന്ന അന്ന് കേസ് കൊടുത്ത് ഫയലിൽ ഒപ്പിടുന്ന അന്ന്, ഈ ഫയലിൽ ഒപ്പിടുന്ന അന്ന് ഞാൻ നിക്കാൻ കഴിക്കും. അത് എവിടുന്ന്? പാണക്കാട് സേവ തങ്ങളെ മുമ്പിൽ തന്നെ നിക്കാൻ കഴിക്കും. ആൾക്കാരെ കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് ആൾക്കാരെ മുഖേന എന്നെ ഞാൻ സ്വീകരിക്കും. ചെയ്ത് തെറ്റി ഞാൻ മാപ്പ് കൊടുത്ത് സാരില്ല പോട്ടെ, എനിക്ക് എൻ്റെ കുട്ടികളെ ഉമ്മാനെ വേണം എന്ന് ഞാൻ സ്വീകരിക്കും. ഇങ്ങോട്ട് അന്തസ്സായിട്ട് കൊണ്ട് നിർത്തും ചെയ്യും. അല്ല ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ ഉമ്മയും മൈരുമാർ പറഞ്ഞ പോലെ വേറൊരു കോട്ടേജിലൊന്നും കൊണ്ട് നിർത്തൂല. അന്തസ്സായിട്ട് സ്വീകരിക്കും. അവസ്ഥയിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ രണ്ടാം ഒരുമിച്ച് നിൽക്കേണ്ടി വരും അല്ലേ? ഞാൻ ഓരോന്നിച്ച് ഒരുമിച്ച് നിൽക്കേണ്ടി വരും. ഒരുമിച്ച് നിൽക്കേണ്ടി വരില്ല, ഒരുമിച്ച് തന്നെ നിൽക്കുക. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടായില്ലേ? അതിപ്പോ ആലോചിക്കണ്ട ചേച്ചി, പറഞ്ഞേ ആലോചിക്ക്. എൻ്റെ അമ്മ കൂട്ടിക്കൊടുത്ത്, എൻ്റെ അമ്മയും ബാപ്പയും കൂട്ടിക്കൊടുത്ത ഹമീദിനെ ചൂഷണം ചെയ്ത് എൻ്റെ മക്കളിൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുന്ന കേസ് കൊടുക്കുക ആദ്യം. അതിൻ്റെ ശേഷം എനിക്ക് വിളിക്ക്. അതൊക്കെ വേണം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോ. എന്നല്ല ഞാൻ സ്വീകരിക്കൂല. അല്ല